അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് വളരെ പുണ്യമുള്ള ഒരു കർമ്മമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമ. ഓ വിശ്വാസികളെ, അല്ലാഹുവും അവൻ്റെ മാലാഖമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് നിങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു തആല നിസ്കാരം, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ ആരാധനകൾ നമ്മോട് കൽപ്പിച്ചപ്പോൾ അല്ലാഹുവും മാലാഖമാരും ചെയ്യുന്നു, അതുകൊണ്ട് നിങ്ങളും ചെയ്യണം എന്ന കൽപ്പനാ രീതി സ്വീകരിച്ചില്ല. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് അല്ലാഹു തആല പറയുന്നു, ഓ വിശ്വാസികളെ, അല്ലാഹുവും അവൻ്റെ മാലാഖമാരും അല്ലാഹുവിൻ്റെ ഹബീബായ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നു, അതുകൊണ്ട് നിങ്ങളും ചൊല്ലണം എന്ന കൽപ്പനാ രീതിയാണ്, എന്ന ശൈലിയാണ് അള്ളാഹു സ്വീകരിച്ചത്. എന്തിനാണത്? സ്വലാത്തിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കാനാണ്, നമുക്ക് ബോധ്യപ്പെടുത്താനാണ്. ഈ കാര്യം മഹാനായ സഹ്ലു ബിൻ അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു അൻഹു വളരെ വിശാലമായി റൂഹുൽ ബയാനിൽ വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് ആരാധനകളിൽ ശ്രേഷ്ഠമായതാണ്. എന്തേ കാരണം? മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവും അവൻ്റെ മാലാഖമാരും ഏറ്റെടുത്ത് നടപ്പാക്കിയതിന് ശേഷമാണ് വിശ്വാസികളോട് അല്ലാഹു കൽപ്പിക്കുന്നത്. എന്നാൽ മറ്റ് ആരാധനകളൊന്നും അപ്രകാരമല്ല. മറ്റ് ആരാധനകൾ ചെയ്യാൻ അല്ലാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നുവെങ്കിലും അല്ലാഹു അത് ചെയ്യുന്നില്ല. അപ്പോൾ സ്വലാത്തിൻ്റെ മഹത്വം അത്രത്തോളമുണ്ട് എന്നാണ് അതർത്ഥമാക്കുന്നത്. മഹത്വമുള്ള ഒന്നുമില്ല. നാം പറഞ്ഞുവല്ലോ, നിഷ്ഫലമാവാത്ത കർമ്മമാണ് സ്വലാത്ത്. മഹാനായ മഹല്ലി ഇമാം സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ശർഹിൽ മഹാനായ ഖല്യൂബി ഇമാം രേഖപ്പെടുത്തുന്നുണ്ട്, എങ്ങനെ ചെയ്താലും അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പേരിലുള്ള സ്വലാത്ത് അല്ലാഹു സ്വീകരിക്കുന്നു. മുത്തുനബി പറയുന്നു, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്ത്. പാരത്രിക ലോകത്ത് എന്നോട് ഏറ്റവും ബന്ധപ്പെട്ടവർ, എന്നോട് ഏറ്റവും സാമീപ്യം ലഭിക്കുന്നവർ, എൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. അല്ലാഹു അത്തരം വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എൻ്റെ ഖബറിൻ്റെ സമീപത്തൊരു മാലാഖ നിൽപ്പുണ്ട്. ഒരു മാലാഖ, അല്ലാഹു ഒരു മാലാഖയെ നിർത്തിയിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ മേലൊരു സ്വലാത്ത് ചൊല്ലിയാൽ ആ മലക്ക് എന്നോട് പറയും, യാ റസൂലല്ലാഹ്, ഇന്നാലിന്ന ഒരാൾ, ഇന്നാലിന്ന വ്യക്തി നിങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അത് കാരണമായി അല്ലാഹു അവന് 10 നന്മകൾ ചെയ്തു കൊടുത്തു. എൻ്റെ അടിമകൾ, എൻ്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആരെങ്കിലും എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ, ആര് ചൊല്ലിയാലും ആ മാലാഖ എന്നോട് പറയുമെന്ന് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സഹാബി വന്ന് മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ, എൻ്റെ ജീവിതം മുഴുവനും സ്വലാത്താക്കി മാറ്റിയാൽ
അങ്ങയുടെ അഭിപ്രായം എന്താണ്? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു. മഹാനവറുകൾ മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയെ, എൻ്റെ ജീവിതം മുഴുവനും അങ്ങേക്ക് വേണ്ടി അങ്ങേക്കുള്ള സ്വലാത്തായി മാറ്റിയാൽ അങ്ങയുടെ അഭിപ്രായം എന്താണ്? മുത്തുനബി പറയുന്നു, ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. ഐഹികവും പാരത്രികവുമായ എന്ത് വിഷമങ്ങൾ നിനക്കുണ്ടെങ്കിലും ആ സ്വലാത്ത് അതിന് പകരം നിൽക്കും. ഉബയ്യേ, നിന്റെ പാരത്രിക ലോകത്തെ പ്രശ്നങ്ങളായാലും ഐഹിക ലോകത്തെ പ്രശ്നങ്ങളായാലും അതെല്ലാം പരിഹരിക്കാൻ എൻ്റെ മേൽ നീ സ്വലാത്ത് പര്യാപ്തമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമുക്ക് സന്തോഷിക്കാൻ വേറെന്താണ് വേണ്ടത്? ചൊല്ലിക്കോ, സല്ലു അലൽ ഹബീബ്. മുത്തുനബിയുടെ മേലിൽ ഒരുപാട് സ്വലാത്തുകൾ. ആ ഹബീബ് അന്തിയിറങ്ങുന്ന മദീന മുനവ്വറയിൽ ആര് സ്വലാത്ത് ചൊല്ലുമ്പോഴും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ഒരാ സംശയം ചോദിക്കുന്നു, നബിയേ, അങ്ങ് നുരുമ്പി പോവൂലേ? അങ്ങ് വഫാത്തിന് ശേഷം നുരുമ്പി പോവൂല നബിയേ? നശിച്ചു പോവൂലേ? ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇല്ല ഇല്ല, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. ഭൂമിക്ക് അമ്പിയാക്കളുടെ ശരീരം ഭക്ഷിക്കാൻ പറ്റൂല, നിഷിദ്ധമാക്കിയിട്ടുണ്ട്, ഭൂമി തൊടൂല. എനിക്കെപ്പോഴും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോ മദീനയിൽ നിന്ന് മുത്തുനബി സന്തോഷിക്കുകയാണ്. അതെ, ഇന്നാൽ ഇന്ന സ്ഥലത്ത് നിന്ന് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഇന്നയാൾ എന്നോട് മഹബത്ത് വെച്ച് സ്വലാത്ത് ചൊല്ലുന്നുവല്ലോ. മുത്തുനബി സന്തോഷിക്കുകയാണ്. നമുക്ക് കഴിയണം എൻ്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ. എൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ നേതാവ്, മദീനയിലെ രാജകുമാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒഴുകണം സ്വലാത്ത്. നമ്മുടെ നാട്ടുകളിൽ നിന്ന്, നമ്മുടെ വീടുകളിൽ നിന്ന്, നാം അധിവസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അള്ളാന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ ഒഴുകണം. നാളെ നമുക്ക് രക്ഷപ്പെടണ്ടേ? ആരാരുമില്ലാതെ എല്ലാവരും നെട്ടോട്ടം ഇടുമ്പോ നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കണം. ആ ശഫാഅത്തിന് കാരണമാകും നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ സന്തോഷവാനായിക്കൊണ്ട്, മുഖം പ്രസന്നമായിക്കൊണ്ട് മദീന പള്ളിയിലേക്ക് കടന്നു വരുന്നു. സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയെ, എന്താണ് നബിയെ അങ്ങേക്ക് ഇന്ന് ഇത്രയും വലിയ സന്തോഷം? അങ്ങ് സന്തോഷിക്കാൻ എന്താണ് കാരണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ സ്വഹാബത്തേ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇന്ന് ജിബ്രീൽ അലൈഹിസ്സലാം, മഹാനായ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മകൾ അവന് എഴുതപ്പെടുന്നതാണ്. അവന്റെ 10 ദോഷങ്ങൾ അല്ലാഹു മായ്ക്കുന്നതാണ്. അവന്റെ 10 പദവികൾ അല്ലാഹു ഉയർത്തുകയും ചെയ്യുന്നു. ഇത് കേട്ടിട്ട് ഞാൻ എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കുക? എൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലുന്നവന് അല്ലാഹു ഇത്രയും നന്മകൾ കൊടുക്കുമെന്ന് പറയുമ്പോ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് സ്വലാത്തിനുള്ളത്, പറഞ്ഞാൽ തീരുമോ? എഴുതിയാൽ അവസാനിക്കുകയില്ല. അത്രയും സ്വലാത്തിന്റെ മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ സ്വലാത്തിന് വേണ്ടി ഖിദ്മ ചെയ്തവരാണ്. സ്വലാത്തിന്റെ മഹത്വം എഴുതാൻ വേണ്ടി ഒരുപാട് ഖിദ്മ എടുത്ത് അവസാനം അവർ പറയുന്നു, നബിയേ, എനിക്കൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങയുടെ മേലിലുള്ള സ്വലാത്തിന്
അതിനൊരു ചെറിയ ഖിദ്മ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. അത്രമാത്രമേ എനിക്കുള്ളൂ. മഹാന്മാരൊക്കെ സ്വലാത്തിനെ കുറിച്ച് കിതാബുകൾ എഴുതിയവരാണ്. അക്കൂട്ടത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ 100-ലധികം മഹത്വങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര മഹത്വങ്ങളാണ്! നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മുടെ സ്വർഗത്തിലുള്ള പദവികൾ ഉയർത്തപ്പെടാൻ, മാനസിക നബിയുടെ ചാര നിൽക്കാൻ, സ്വദഖയുടെ സ്ഥാനത്ത് നിൽക്കുന്നു, ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നു, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു, മലക്കുകളുടെ പാപമോചനം ലഭിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നു, മരണത്തിന്റെ മുന്നേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അങ്ങനെ മുത്തുനബിയുടെ സലാം ലഭിക്കുന്നു. നമുക്ക് മറന്നത് ഓർമ്മ വരാൻ സ്വലാത്ത് കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാൻ മുത്തുനബിയുടെ സ്വലാത്ത് കാരണമാണ്. ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത വർദ്ധിക്കുന്നു. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കിടക്കാൻ കഴിയുന്നു. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമുക്ക് ബറക്കത്ത് ലഭിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നു. ആയുസ്സിൽ വർധനവ് ലഭിക്കുന്നു. എല്ലാവരും കൊതിക്കുന്ന അല്ലാഹുവിന്റെ ലിഖാ അത് നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നു. നമ്മുടെ ഹൃദയം വിശാലമാകുന്നു, ഈമാൻ നിലനിൽക്കുന്നു. അങ്ങനെ എത്ര ഫളീലത്തുകളാണ്, ശ്രേഷ്ഠതകളാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലുള്ള സ്വലാത്തിനുള്ളത്. എല്ലാവരും മുത്തുനബിയുടെ മേലുള്ള സ്വലാത്ത് ചൊല്ലണം. ചുരുങ്ങിയത് ദിവസം ഒരു 100 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലാതെ നാം കിടന്നുറങ്ങാൻ പാടില്ല. നമുക്ക് എങ്ങനെയാണ് കിടന്നുറങ്ങാൻ കഴിയുക? നമ്മുടെ എല്ലാമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ആവേശം വേണം. ആവേശത്തോടുകൂടി ആര് കേൾക്കുമെന്ന് നമുക്ക് ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഒച്ചത്തിൽ റാഹത്തോടുകൂടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടാൽ നമ്മെ നോക്കി മുത്തുനബി പുഞ്ചിരിക്കൂലേ? നമ്മെ നോക്കി അള്ളാന്റെ ഹബീബ് സന്തോഷിക്കൂലേ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, സന്തോഷവാനായി മുത്തുനബിയെ നമുക്ക് ഖബറിൽ കണ്ടെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.